നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അതീവ ജാഗ്രത. ജയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ചാവേറാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബീഹാറിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബി രാജേന്ദ്രന്റെ ഉത്തരവിനെ തുടർന്ന് എല്ലാ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അവധികൾ അടിയന്തരമായി റദ്ദാക്കി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്നാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാറിലും അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയത്. ബുധനാഴ്ച രാത്രി വൈകിയും ഇന്ന് രാവിലെയുമായി ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ 15 നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾ വിഫലമാക്കിയതായി ഇന്ത്യ വ്യക്തമാക്കി. പാക് സേന ഉപയോഗിച്ച ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു. പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇന്ത്യ പ്രത്യേകാക്രമണം നടത്തുകയും ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം തകർക്കുകയും ചെയ്തിരുന്നു. ജിഹാദിന്റെ പേരിൽ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കാനാണെന്ന് പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് AIMIM നേതാവും ഹൈദരാബാദ് MP-യുമായ അസറുദ്ദീൻ ഒവൈസി. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെ അഭിനന്ദിച്ച് ഒവൈസി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിൽ പ്രവർത്തിച്ച് സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും പിന്തുണയും അറിയിച്ചു. ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഒവൈസി. സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും എന്റെ അഭിനന്ദനം. പക്ഷേ ഒരു വ്യോമാക്രമണത്തിൽ മാത്രമായി ഈ വിഷയത്തെ നമ്മൾ ഒതുക്കി നിർത്തരുത്. ഭീകരവാദത്തിനെതിരായ നമ്മുടെ പോരാട്ടത്തെ ആഗോളതലത്തിലേക്ക് എത്തിക്കണം. UN സെക്യൂരിറ്റി കൗൺസിലിനെയും US-നെയും UK-യും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം.